നമ്മുടെ സാമാന്യ നിരൂപകരുടെ ഗണത്തിൽ സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും അവിടെ ഇവിടെയും എന്തെങ്കിലും പറഞ്ഞ ഒരാളല്ല. ഇത്ര ആഴത്തിൽ ചിന്തിച്ച ആളാണ്. സാങ്കേതിക വിദ്യ കലയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു മാത്രമല്ല, കലയെ എങ്ങനെ മാറ്റും. പീറ്റ് മോണ്ട്രിയാൻ്റെയും സെവറിനിയുടെയും ഒക്കെ ചിത്രങ്ങളെക്കുറിച്ച് കേസരി എഴുതുന്ന സമയത്ത് കേസരി ഇത് പറയുന്നുണ്ട്. കണ്ടിൻസ്കിയുടെയും മോണ്ട്രിയാൻ്റെയും സെവറിനിയുടെയും സെവറിനിയുടെ ചിത്രങ്ങളെക്കുറിച്ച് സെവറിനി തന്നെ പറയുന്നൊരാശയം, അമൂർത്തമായ രൂപങ്ങളിലേക്കും കേവലമായ ആദർശ രൂപങ്ങളിലേക്കും കല നീങ്ങുകയാണ്. അതുകൊണ്ട് അമൂർത്തമായ ആദർശ രൂപങ്ങളെ കൊണ്ട് കല സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് അബ്സ്ട്രാക്ട് ആർട്ടിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം പോലെ സെവറിനി പറയും. കേസരി പക്ഷേ സെവറിനിയെ തിരുത്തിയിട്ട് പറയുന്നത്, സെവറിനി ചെയ്യുന്നത് സ്റ്റാർട്ടാക്കി നിർത്തിയ ഒരു കാറിൻ്റെ ഊർജത്തെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, അതുല്യമായ ഒരു കൽപ്പനയാണ്. സ്റ്റാർട്ടാക്കി നിർത്തിയ ഒരു കാറ് നിങ്ങൾക്ക് വരയ്ക്കാം, സ്റ്റാർട്ടാക്കി നിർത്തിയ ഒരു കാറിൻ്റെ ഊർജം വരയ്ക്കുക. കേസരി പറയുന്നുണ്ട്, ഭാവിയിൽ യന്ത്രകല വികസിക്കും. അതിൻ്റെ മാതൃകയായിട്ട് മോണ്ട്രിയാൻ്റെയും അതുപോലെ വെള്ളച്ചാട്ടത്തിൽ നിലീനമായ ഊർജത്തിൻ്റെ വരയാണ് കണ്ടിൻസ്കിയുടെ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞിട്ട്, ഊർജസമൃദ്ധമായ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഊർജം, വൈദ്യുതി നാം ഉണ്ടാക്കുന്നത് പോലെ ആ ഊർജത്തെ ചിത്രമാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് കണ്ടിൻസ്കിയുടെ ചിത്രങ്ങൾ. ഈ നിരീക്ഷണങ്ങൾ ശരിയോ തെറ്റോ എന്നൊക്കെ ഒരാൾക്ക് തർക്കിക്കാൻ, ഞാൻ അത് വാദിക്കുകയല്ല. പക്ഷെ കേസരി കലയെ കാണുന്ന രീതിയുടെ സവിശേഷത, മോണ്ട്രിയാന്റെ ചിത്രങ്ങളിൽ യാന്ത്രികമായ കൃത്യത ഉണ്ടാക്കുന്ന, ക്രമീകരണം ഉണ്ടാക്കുന്ന ഒരു വിന്യാസത്തെയാണ് പീറ്റ് മോണ്ട്രിയാൻ തൻ്റെ ചതുരക്കളങ്ങളിലൂടെ ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കലയുടെ സങ്കേതത്തിലൂടെ തന്നെ കലയെക്കുറിച്ചുള്ള ചരിത്രവൽക്കരണം നടത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതുപോലെ മൂന്നാമത്തെ ഒരു ഘടകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫങ്ഷണലിസം. ആ ഫങ്ഷണലിസം ഞാൻ നേരത്തെ വിശദീകരിച്ചു. ഒരു കലാവസ്തു എന്തിനു വേണ്ടിയാണോ രൂപപ്പെട്ടത് അതിനെ മുൻനിർത്തി വേണം അതിനെ വിലയിരുത്താൻ. മറ്റൊരു പ്രമാണം കൊണ്ട് അതിനെ വിലയിരുത്താനായിട്ട് തുനിയരുത് എന്ന ഒരു വിശദീകരണം അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ പുതിയ കാലമുണ്ടാക്കുന്ന അനുഭവങ്ങളെ അദ്ദേഹം സവിശേഷമായി നോക്കിക്കാണുകയും ചെയ്തു. മണിനാഥത്തിനെതിരെ എഴുതിയ അവതാരികയിൽ ആധുനിക കാലമുണ്ടാക്കുന്ന നാഗരികമായ പ്രതിസന്ധികൾ നൽകുന്ന ഒരു വാഗ്ദാനം, കലാകാരന്മാർക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ് ആത്മഹത്യ എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് കേസരി എഴുതിയ ഒരു വാക്യം, സാമുദായിക ജീവിതത്തിലെ ജീർണതകളെ പരിഹരിക്കാനുള്ള തൻ്റെ ശ്രമങ്ങൾക്ക് വേണ്ടത്ര ഇടം കിട്ടാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന വിഷാദമാണ് പുതിയ കാലത്തെ എഴുത്തുകാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നാണ്. വാൾട്ടർ ബെഞ്ചമിൻ പിന്നീട് ആത്മഹത്യയെക്കുറിച്ച് എഴുതിയ ഒരു വാചകം, സൂയിസൈഡ് ഈസ് ദ അച്ചീവ്മെന്റ് ഓഫ് മോഡേണിറ്റി ഇൻ ദ ഫീൽഡ് ഓഫ് പാഷൻസ്. വികാരങ്ങളുടെ പടനിലങ്ങളിൽ ആധുനികതയുണ്ടാക്കിയ, കൈവരിച്ച വലിയ നേട്ടങ്ങളിലൊന്നാണ് ആത്മഹത്യ. ആത്മഹത്യയെക്കുറിച്ച് ദർഘിമൊക്കെ എഴുതുന്നതിന് മുമ്പ് കേസരി ആത്മഹത്യയെ ഒരു സോഷ്യോ ഹിസ്റ്റോറിക്കൽ എക്സ്പ്രഷനായിട്ട് കാണുന്നുണ്ട് എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. കേസരി മലയാളത്തിലെ ആദ്യത്തെ കലാചിന്തകനാണ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, കേസരിയുടെ നവീന ചിത്രകല എന്ന 1989 ലളിത അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ മാത്രമല്ല കേസരിയുടെ ചിത്രകലാ പഠനങ്ങളുള്ളത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശനങ്ങളിൽ ഏറിയ പങ്ക്, ഇപ്പോൾ തകഴിയുടെ തലയോടിന് എഴുതിയ ആമുഖ പഠനം നോക്കിയാൽ അതിൽ മിക്കവാറും ഒരു 80% അദ്ദേഹം ചിത്രകലയെ മുൻനിർത്തിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സാഹിത്യത്തിലേക്ക് ചിത്രകലയെ കൊണ്ടുവന്ന് സാഹിത്യകാരന്മാരോട് കേസരി ഉടനീളം ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനൊരു കാരണം, ഒരുപക്ഷെ ആധുനികമായി ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന കലയുടെ ലോകം ചിത്രത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കുകയും, അത് പക്ഷേ കേരളത്തിൽ നേരത്തെ കവിത സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അതിനൊരു സംവാദമണ്ഡലം രൂപപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് അതിനുള്ള സംവാദസ്ഥാനമായിട്ട് കേസരി സാഹിത്യത്തെ ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ സാഹിത്യത്തിലേക്ക് കലയെ കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ കേസരിയുടെ കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഈ കലയുടെ ലോകം, സാഹിത്യത്തിൻ്റെ ലോകം, ഇതൊക്കെ പരസ്പര ഭിന്നമായ സ്വകാര്യ മണ്ഡലങ്ങളാണെന്ന് കേസരി കരുതുന്നതേയില്ല. ഇവയെല്ലാം വിപുലമായ ഒരു അനുഭൂതി ഘടനയ്ക്കുള്ളിലാണ്. അതുകൊണ്ട് ഈ അനുഭൂതി ഘടനയുടെ പല മട്ടിലുള്ള ആവിഷ്കാരങ്ങളാണ് വാസ്തവത്തിൽ കലയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് വളരെ അത്ഭുതം തോന്നിയ പല നിരീക്ഷണങ്ങളും കേസരിയുടെ ആ പഠനത്തിലുണ്ട്. ഇപ്പം ഗുപ്തകാലം എന്ന് പറയുന്നത് പ്രാചീന ഇന്ത്യയുടെ ചരിത്രത്തിലെ അധപ്പതനത്തിൻ്റെ ദശയാണ് എന്ന് കേസരി 40കളിൽ എഴുതി.
വാസ്തവത്തിൽ ഗുപ്തകാലത്തെയാണ് അന്ന് നമ്മൾ സുവർണയുഗം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ സുവർണയുഗം തകർച്ചയുടെ കാലമാണ് എന്ന് ചരിത്ര പഠനത്തിൽ ആദ്യം പറയുന്നത് കൊസാംബിയാണ്. കൊസാംബി എന്ന് പറയുമ്പോൾ 50-55 കാലമായി. അദ്ദേഹത്തിൻ്റെ മിത്ത് ആൻഡ് റിയാലിറ്റിയിൽ വാസ്തവത്തിൽ ഈ പ്രഘോഷിക്കപ്പെട്ട ഗുപ്തകാലത്തിൻ്റെ മഹിമ ഇല്ലാത്ത ഒന്നാണ്. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളെ മുൻനിർത്തി കെട്ടിച്ചമച്ചൊരാശയമാണ്. ദേശീയവാദ ചരിത്രത്തിൻ്റെ ഒരു മിഥ്യാഭ്രമമാണ് ഈ സുവർണദശ. വാസ്തവത്തിൽ മഹത്തായ മൗര്യൻ പട്ടണങ്ങളൊക്കെ തകർന്നടിഞ്ഞ കാലമാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലം എന്ന് കൊസാംബി എഴുതുന്നുണ്ട്. ശില്പകലയുടെ ശൈലീ പരിണാമത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് കേസരി ഗുപ്തകാലം എന്ന് പറയുന്നത് പ്രാചീന ഇന്ത്യയിലെ അധപ്പതനത്തിൻ്റെ ദശയാണ് എന്ന് എഴുതുന്നത്. അത് ചരിത്രചിന്തയിൽ പിന്നീട് വരാൻ എത്രയോ കാലം കഴിയുകയും ചെയ്തു. കേരളത്തിലെ തിരുവിതാംകൂറിലെ ചിത്രകലയെക്കുറിച്ച് പറയുന്ന സമയത്ത് കേസരി പറയുന്ന രസമുള്ളൊരു കാര്യം, ഈ വാസ്തവത്തിൽ തിരുവിതാംകൂറിലും കേരളത്തിലും പാശ്ചാത്യ ചിത്രകല ആദ്യം വന്നത് രവിവർമ്മ വഴിയല്ല, മറിച്ച് പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഉണ്ടായ റത്താഴ ചിത്രങ്ങൾ വഴിയാണ് ആദ്യമായി പാശ്ചാത്യ ചിത്രകല കേരളത്തിൽ വന്നത്. തിരുവിതാംകൂർ ഗവൺമെൻറ് അതിൻ്റെ സഹജമായ യാഥാസ്ഥിതികത്വം കൊണ്ട് അമ്പലച്ചുമരിലെ ചിത്രങ്ങളെ മാത്രം ചുവർ ചിത്രങ്ങളായി കാണുകയും കേരളത്തിലെ പള്ളികളിലെ ചിത്രങ്ങളെയോ ബൗദ്ധ ജൈന അവശിഷ്ടങ്ങളെയോ അറബ് ചിത്ര സ്വാധീനത്തെയോ കുറിച്ച് പഠിക്കാതിരിക്കുകയും കേരളീയ ചിത്രകലയെ മതപരമായ സങ്കുചിതത്വത്തിന് വിധേയമാക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് കേസരി പറയുന്നുണ്ട്. കേരളത്തിലെ കളമെഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചുമർചിത്ര പാരമ്പര്യം പേർഷ്യൻ അബ്സ്ട്രാക്റ്റ് ഭൂഭാഗ ചിത്രണ രീതിയും അതുപോലെ തന്നെ അറബ് അംഗചിത്രണ സമ്പ്രദായവും, ഫിഗറേഷൻ അദ്ദേഹം കൊടുത്തൊരു വാക്കാണ് അംഗചിത്രണം. നല്ല വാക്കുകളാണ് കൊടുക്കുക അദ്ദേഹം. അംഗചിത്രണം എന്നാണ് കൊടുക്കുക. ഇല്യൂമിനേഷൻ പ്രകാശാത്മകത്വം എന്നാണ് അദ്ദേഹം മലയാളത്തിൽ കൊടുക്കുക. അങ്ങനെ ഓരോന്നിനും വാക്കുണ്ടാക്കുന്നുണ്ട്. ആ അംഗചിത്രണ കലയും പേർഷ്യൻ അബ്സ്ട്രാക്റ്റ് ഭൂഭാഗ ചിത്രണകലയും ചേർന്നിട്ടാണ് അജന്ത ഉണ്ടായത്. അജന്തയുടെ വേരുകൾ വാസ്തവത്തിൽ കേരളത്തിലെ